ശരത്ത് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തിരസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്നും വളർന്നു വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നെല്ലാം. ഇങ്ങനെ ഓരോന്നും കേൾക്കുമ്പോഴും എനിക്ക് തിരിച്ച് അതേ വഴിയിലൂടെ, ഞാൻ വന്ന വഴിയിലൂടെ തിരിച്ച് നടക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്, മുന്നോട്ടാണ് എൻ്റെ യാത്ര. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും ശരത്ത് ചിന്തിച്ചു, ശരത്ത് സംസാരിച്ചു, ശരത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെ നിന്നാണ് ശരത്ത് ഇതിനുള്ളൊരു കറേജ് കിട്ടിയത്? അത് ആക്ച്വലി ഇതൊക്കെ തന്നെയാണ്. അതായത് എനിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ അവസ്ഥയിലൂടെ തന്നെ ജീവിതത്തിലേക്ക് കിട്ടുന്നൊരു ധൈര്യം ഉണ്ടാകുമല്ലോ, അത് തന്നെ ആയിരിക്കാം നമുക്ക് അങ്ങനൊരു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിമർശനങ്ങൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാതെ വരികയും നമ്മൾ പുറത്തള്ളക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, നമുക്ക് ആരും ഇല്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിന്നല്ലേ പറ്റുള്ളൂ. നമ്മളെ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഏത് മേഖലയിലായാലും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നാലേ പറ്റുള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ലാത്ത സ്ഥിതിക്ക്, നമുക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നൊരു ധൈര്യമായിരിക്കാം. പക്ഷെ ഒരിക്കലും തുടക്കത്തിൽ പോലും പതറിയിട്ടോ ഒന്നുമില്ലേ? ആദ്യം തന്നെ ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയോ? ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപേ ഉള്ളൊരു ജീവിതത്തിനെക്കുറിച്ച് ഒരുപക്ഷെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എവിടെ നിന്നാണ് ഇത്രയും ഒരു കോൺഫിഡൻറ്റ് ലെവൽ കിട്ടിയത് അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിലുള്ള ശരത്തപ്പാനിയെ മാത്രമേ അറിയാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മുമ്പൊക്കെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാൽ കൂടി വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഞാൻ പറഞ്ഞതല്ലേ അറിയാവുള്ളൂ. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എനിക്ക് മാത്രമേ ഉള്ളതല്ലേ. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ധൈര്യം കിട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അന്ന് കിട്ടിയ അനുഭവങ്ങളെല്ലാം നല്ലതിനായിരുന്നു, എന്നെ നല്ല രീതിയിലേക്ക് മാറ്റപ്പെടുത്തി എന്നാണോ ശരത്ത് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക? 100%. എനിക്ക് അന്ന് കിട്ടിയ ഓരോ വിമർശനങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഓരോ വേദനകളൊക്കെ ഇന്ന് നമുക്കത് വലിയ രീതിക്കൊരു പ്രചോദനം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിക്ക് നമ്മുടെ ജീവിതത്തെ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലിമിറ്റഡ് കാര്യത്തിന് മാത്രമല്ല, എന്ത് കാര്യത്തിനും, നമ്മൾ ജോലി ചെയ്യുന്ന പ്രൊഫഷനിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ മറ്റെന്ത് കാര്യത്തിനെയും നമുക്ക് ഒരു നേരിടാനുള്ള ധൈര്യം കിട്ടിയത് ഉറപ്പായിട്ടും നമ്മൾ വന്ന വഴികളിലൂടെ തന്നെയാണ്. ഇതെല്ലാം അപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണോ? ഒറ്റയ്ക്ക്. വേറെ ആരാളെ? ഒറ്റയ്ക്ക്. പലപ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പരാജയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതെല്ലാം. ഞാനിങ്ങനെ പരാജയപ്പെട്ടിട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു മനുഷ്യനല്ല. അല്ലെങ്കിൽ ഞാനൊന്ന് തോറ്റുപോയെന്നും പറഞ്ഞിട്ട് 10 പേരെന്നെ കുറ്റം പറയുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അവരോട് ചിരി തോന്നും. എടാ പൊന്നു മനുഷ്യൻ, ഞാനിവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഞാൻ വന്ന വഴികൾ അത്രമാത്രമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു 10ാം ക്ലാസ് സമയത്ത് ഞാനൊരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുമ്പം തന്നെ ഞാൻ പുറത്ത് രാത്രി ഉത്സവപ്പറമ്പുകളിൽ നാടകവും മൈമും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ എനിക്ക് ഈ സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിലെല്ലാവർക്കും ഞാനൊരു താരമായിരുന്നു. ഒരു കലാകാരൻ എന്നുള്ളൊരു പേര് എനിക്ക് ഉണ്ടായിരുന്നു. അധ്യാപകരുടെ ഇടയിലാണെങ്കിലും മറ്റ് പ്രമുഖരായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ഇടയിലും കലാകാരൻ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മാത്രമല്ല സ്കൂളിലെ കലാപ്രതിഭയായിരുന്നു. സ്കൂളിൽ പഠിക്കാൻ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, കാര്യം മുഴുവൻ സമയം ഇതിലായതുകൊണ്ട് പഠിക്കാൻ അങ്ങനെ വലിയ ഇതൊന്നുമല്ല, പക്ഷെ എന്നാലും പഠിക്കും. പിന്നെ എല്ലാ അധ്യാപകർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. നമ്മൾ ഈ പാട്ടും ഡാൻസൊക്കെ ആയതുകൊണ്ട് അധ്യാപകർക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു നാട്ടും പ്രദേശത്തെ എൻ്റെ ഒരു ജീവിതം, അത് തന്നെയായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് മാനവീയം വീതി അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ. അപ്പം മാനവീയം വീതിയിൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സ്ട്രീറ്റ് പ്ലേ അവതരിപ്പിക്കാൻ വേണ്ടി പോകും. കൊച്ചിയിലെ തന്നെ പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസിനോടുള്ളൊരു പേടി അങ്ങ് മാറി. സഭാകമ്പം എന്ന് പറയുമല്ലോ, അത് തീരെ തന്നെ ഉണ്ടായിട്ടുണ്ട്. 10 പേര് കൂടുന്നിടത്താണ് നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് കൂടുന്നത്. ആളില്ലെങ്കിലാണ് അവിടെ നമുക്കൊരു വിഷമം. ആളെ കൂട്ടി പെർഫോം ചെയ്ത് തുടങ്ങിയത് വളരെ കൊച്ചിലെ ആയതുകൊണ്ട് ആള് കൂടുന്നതാണ് ഇഷ്ടം, ആൾക്കാരെയാണ് ഇഷ്ടം എനിക്ക് എപ്പോഴും. അപ്പൊ ഇത് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോഴും വീട്ടിൽ ഇത് അത്രത്തോളം സപ്പോർട്ടിങ് വീട്ടില് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ, കാരണം അച്ഛനും അമ്മയും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ മോൻ ഇങ്ങനെ ഒരു അഭിനയത്തിലേക്കൊക്കെ വരും. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മാമ്മയ്ക്കായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അഭിനയം എന്നല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കൊച്ചിലെ പരിപാടിക്ക് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ എന്നെ ഓരോ മത്സരത്തിന് കൊണ്ടുപോകുന്നതും ഒക്കെ അമ്മാമ്മയായിരുന്നു.
അച്ഛനും അമ്മയെന്നൊക്കെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണകളൊന്നും അന്നേ ഇല്ല. ഇഷ്ടമാണ് എല്ലാ പേരൻസിനും അവരെ കുട്ടികൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അത് ഒരു പകുതി കഴിയുമ്പോൾ, എൻ്റെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ അതൊരു പകുതി കഴിഞ്ഞപ്പോൾ, എൻ്റെ ഒരു +2 കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മാത്രമായിട്ട് ഇവൻ പോകും എന്നുള്ളൊരു ധാരണ ഇവർക്ക് വന്നു ആ സമയം തൊട്ടേ. അപ്പം എനിക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്നെ ഡിപ്പെൻഡ് നെക്സ്റ്റ് ഞാനാണ് അവരെ നോക്കേണ്ടത്. പെങ്ങൾ വളർന്നു വരുന്നു, പിന്നെ അച്ഛനുണ്ട്, അമ്മ, മുത്തശ്ശിയൊക്കെ വയസ്സായി. അപ്പം എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഞാനാണ്. നല്ലൊരു വീട് വെച്ചിട്ടില്ല, അറിയാലോ, നോർമൽ ലൈഫല്ലേ നമ്മളെ ജീവിതം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ആഗ്രഹം പോലെ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന തൊട്ടേ ജോലിക്ക് പോവും. ജോലിക്ക് പോവും. ജോലിക്ക് പോവും. അതായത് ജോലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി എന്ന് വെച്ചാൽ എൻ്റെ ഒരു വെക്കേഷൻ ആവൂലേ, 9ാം ക്ലാസ്സിലെ വെക്കേഷൻ, 10ാം ക്ലാസ്സിലെ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് പോകാൻ പറ്റും. പിന്നെ ആ പ്രായത്തിൽ എടുക്കാൻ പറ്റുന്ന കുറേ ജോലികളുണ്ട്, സാധാരണ ജോലികളില്ലേ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതൊക്കെ ചെയ്ത് കിട്ടുന്ന കാശ് നമ്മൾ വീട്ടിൽ കൊടുക്കും, വീട് നോക്കും. വീട് നോക്കണ്ടേ, നമ്മൾ കൊച്ചായിപ്പോയില്ലേ, വീട് നോക്കണം. വീട് നോക്കണം. ഉത്തരവാദിത്തങ്ങൾ പിന്നെ വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. പക്ഷെ അതിൽ സന്തോഷമായിരുന്നു. അതിലൊന്നും ഒരു കാരണവശാലും ഞാൻ ആ സമയത്തും ഇന്നും അന്നും ഞാൻ അതിൽ വേദനകളൊന്നും അനുഭവിച്ചിട്ടില്ല. അയ്യോ ഞാൻ അത്ര കൊച്ചിലെ ജോലിക്ക് പോയി പണിയെടുത്തു, എൻ്റെ മറ്റു ഫ്രണ്ട്സൊക്കെ അങ്ങനെ നടക്കുന്നു, എൻ്റെ മറ്റു ഫ്രണ്ട്സ് ഇങ്ങനെ നടക്കുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. എന്തും ചെയ്യും, നമുക്ക് ജീവിക്കാനായിട്ട് നമ്മൾ എന്തും ചെയ്യും. എന്ന് വെച്ചാൽ വേറെ പിടിച്ചു പറിക്കുക, കൊലപാതകം ചെയ്യലല്ല, മാന്യമായിട്ട് എടുക്കുന്ന ജോലി. ആ കാശ് വീട്ടിൽ കൊണ്ട് അമ്മേരെ കൊടുക്കും, എന്നിട്ട് നാടകം ചെയ്യാൻ വേണ്ടി പോവും, കലാപരിപാടികൾക്ക് പോവും, സ്കൂളിൽ പഠിക്കാൻ പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ലായിരുന്നു. അമ്മയുടെ ആദ്യ മകനാണ് ഞാൻ. അപ്പം അമ്മയ്ക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അങ്ങനെ പോയി. പക്ഷെ ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് എന്നെ പറഞ്ഞു, ഇനി ഇതൊക്കെ ഒന്ന് നിർത്തിക്കോ, നടക്കില്ല, അടുത്ത് എന്താണ് എന്നുള്ളത്. അച്ഛൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം എന്നുള്ളത് അച്ഛൻ്റെ വളരെ വാശിയായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി പഠിക്കണം, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു പണി പഠിച്ചിരിക്കണം. ഞാനത് പഠിച്ചില്ല. എനിക്ക് അങ്ങനെ ഒരു പരിപാടി അറിയില്ല. അച്ഛൻ എന്നെ അങ്ങനെ IT കൊണ്ട് ചേർത്തു. ഇലക്ട്രീഷ്യൻ, ഒരു തൊഴിൽ അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് മാത്രം കൊണ്ട് നിനക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു തൊഴിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളത് എൻ്റെ കസിൻസ് എല്ലാവരും പറയുമായിരുന്നത്. ഇനി എന്തെങ്കിലും തൊഴിൽ പഠിക്കണം. പക്ഷെ ഞാൻ അതിനൊന്നും ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. +2 ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, എങ്ങനെയും കഷ്ടിച്ചൊക്കെയാണ് ഞാൻ +2 ജയിച്ചത് തന്നെ. എന്നോട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്, നമ്മളൊക്കെ നേഴ്സിങ്ങിന് പോകണം. ഞാൻ ബയോളജി സയൻസായി പഠിച്ചത്. അപ്പോൾ എല്ലാവരും നേഴ്സിങ്ങിന് പോകുന്നു, എൻജിനീയറിങ്ങിന് എൻട്രൻസ് എഴുതുന്നു. ഞാനതൊന്നും പോയില്ല. ഞാൻ എക്സാം എങ്ങനെയെങ്കിലും പാസ്സാവണം, വീട്ടിൽ കയറ്റാൻ വേണ്ടി എക്സാം എങ്ങനെയെങ്കിലും പാസ്സാവണം. പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നേരെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആക്ടിങ്ങിൻ്റെ അഡ്മിഷൻ എടുക്കണം, പഠിക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മനു എസ് പ്ലാവിള, മനു എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്. ഞാനും അവൻ ഒരുമിച്ചാണ് സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ. അവൻ 9ാം ക്ലാസ്സും ഞാൻ 8ാം ക്ലാസ്സും. അപ്പോൾ അവൻ +2 പാസ്സായിട്ട് അവൻ ഓൾറെഡി ഡിഗ്രിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ പുറകെ പോകണം. ഞാൻ പോകുമ്പം അവൻ 2nd ഇയറും ഞാൻ 1st ഇയർ. എന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും പോകണം, അടുത്ത പരിപാടികൾ പിടിക്കണം. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പോകാൻ തന്നെ കാരണം ഈ പറഞ്ഞ രഞ്ജിത്ത് സാറിൻ്റെ അന്നത്തെ സിനിമകളും അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ അവൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് അവിടെ അഡ്മിഷൻ എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. എനിക്ക് ഇവർ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു, അമ്മയല്ല അച്ഛനൊക്കെ അറിഞ്ഞു, പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആ വർഷം പഠിച്ചില്ല ഒന്നും. പക്ഷെ ഞാൻ ആ വർഷം മുഴുവൻ നാടകം ചെയ്തു. നാടകങ്ങളിൽ വളരെ സജീവമായി. എനിക്ക് പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോകാത്തത് കൊണ്ട് ഞാൻ അത്രയും എനിക്ക് സ്റ്റേജുകൾ പെർഫോം ചെയ്യാൻ പറ്റി. കുറേ അധികം വേദികൾ എനിക്ക് അതിനുശേഷം ചെയ്യാൻ പറ്റി. കുറേ അധികം നാടക സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ കുറേ നാൾ പോയി. പക്ഷേ ഇതിനിടയിൽ പാരലൽ പഠനവും കൂടെ കൂട്ടി, പാർട്ട് ടൈമായിട്ടൊക്കെ ഡിഗ്രിയൊക്കെ എടുത്തു. അങ്ങനെയായിരുന്നു ആ ഒരു ട്രിവാൻഡ്രത്തെ പക്ഷേ അരുവിക്കര എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ഞാൻ ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ തിരുവനന്തപുരത്തിൻ്റെ ഒരു കലാകാരനായി മാറി. കാരണം തിരുവനന്തപുരത്തുള്ള അന്ന് ആ സമയത്തുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള
നാടക അല്ലെങ്കിൽ മറ്റു കലാരൂപങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം, ഇങ്ങനൊരു പയ്യനുണ്ടെന്ന് അറിയാം. അപ്പൊ പിന്നീട് അങ്ങോട്ട് നെക്സ്റ്റ് ഇയറിലാണെങ്കിലും ഇതുപോലെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകണമെന്ന് തോന്നിയില്ല? ഇല്ല, കാരണം ഇതിനകത്ത് അങ്ങ് ഈ ഒരു ലഹരിയിലായി. അപ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, സ്റ്റേജ് ഉണ്ട്. പിന്നെ അത് പോയിട്ട് അവരുടെ നാടകങ്ങളിൽ ഞാൻ അഭിനയിക്കും, പോവാം, അങ്ങനെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു ഈ ഈ നാടകങ്ങളും ഈ പ്രോഗ്രാംസുകളും മാത്രമായപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയും കൂടി വേണം എന്ന് നോക്കുമ്പോൾ നമ്മൾ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ജോലി നോക്കും. പിന്നെ അതിനിടയിൽ നാടകങ്ങൾ ചെയ്യും. ജോലി വേണമല്ലോ എന്തായാലും, നാടകത്തിൽ നിന്ന് എപ്പോഴും ഒരു വരുമാനം കിട്ടില്ല. പക്ഷെ അന്നേരം ചോദിച്ചോട്ടെ, അന്നേരം നാടകത്തിലൊക്കെ ഒരുപാട് ചെയ്ത് തിരുവനന്തപുരത്ത് ഒരു കൊച്ചു സ്റ്റാർ ആണ് അന്നേരം. സ്റ്റാർ ഒന്നുമല്ല, അങ്ങനെയല്ല, എല്ലാവരും തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം, മുഖം പരിചയമുണ്ട്. അപ്പം അങ്ങനെ മുഖപരിചയം ഉള്ളപ്പോൾ വീണ്ടും പോയി ഇത്തരത്തിലുള്ള ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു കുറച്ചിലായിരിക്കും. അങ്ങനൊരു പെട്രോൾ അടിക്കണ്ടേ, വണ്ടിയിൽ ഭക്ഷണം കഴിക്കണ്ടേ, ഡ്രസ്സ് എടുക്കണ്ടേ, വീട്ടിൽ അമ്മയ്ക്ക് വെച്ച് അമ്മയ്ക്കൊക്കെ ചിലവിന് കാശ് കൊടുക്കണ്ടേ. അയ്യോ, അത് ഞങ്ങളൊക്കെ നമ്മൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നമ്മൾ വീട്ടിൽ എന്തുണ്ടെന്ന് നമ്മൾ അറിയണം. നമ്മൾ വന്ന് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി കിടന്നിട്ട് വന്ന് കയറുമ്പം ചോറും മീൻകറിയും കപ്പയൊക്കെ തരുമ്പോൾ നമ്മളത് എങ്ങനെ വന്നു എന്ന് നമ്മൾ അറിയണ്ടേ. നമ്മളെ വീട്ടിൽ അറിഞ്ഞിരിക്കണം, വീട്ടിൽ പാലുണ്ടോ പഞ്ചസാര ഉണ്ടോ, ഇതൊക്കെ നമ്മളെ ചില അമ്മമാരത് പറയില്ല. എൻ്റെ അമ്മ ഒട്ടും പറയില്ലായിരുന്നു. പക്ഷെ ഞാനത് ഇന്നും ഈ നിമിഷം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്നും എനിക്കറിയാം എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല, ഇനി അടുത്ത ആഴ്ചത്തേക്ക് എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം. ഇത്രയും തിരക്കുകളാണ്, ഇത്രയും സിനിമകൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയെ രാവിലെ വിളിച്ച് അന്വേഷിക്കും, അമ്മ ഇന്ന് എന്തൊക്കെ ഉണ്ട്, എന്ത് മീനാണ് മേടിച്ച്, എന്താണ് വീട്ടിലുള്ള. ഇപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ അമ്മായി അടുത്താണെങ്കിൽ കൂടി എന്തെന്നല്ല ക്യാരക്ടർ ഞാനത് അന്വേഷിക്കും. അത് എപ്പോഴെങ്കിലും എൻ്റെ അമ്മ കിട്ടുമ്പോൾ ചോദിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ പിന്നെയും നോക്കുന്നത് പെൺകുട്ടികളാണ്. പക്ഷേ എനിക്ക് അന്ന് മുതലേ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ക്വാളിറ്റി, വളരെ ഉത്തരവാദിത്വം. അങ്ങനെ എനിക്കതുണ്ട്. എനിക്ക് അവരെല്ലാവരും ഹാപ്പിയാണ്, അവർക്ക് എല്ലാവർക്കും ഉണ്ട്, ഭക്ഷണവും എല്ലാം ഓക്കെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹം. അത് ഞാൻ പട്ടിണി കിടന്നാലും അവരത് കിടക്കല്ലേ എന്നൊരു വലിയ വാശിയുള്ള ആളാണ് ഞാൻ. കാലടിയിൽ പഠിക്കുമ്പോൾ കൂടി, കാലടിയിൽ ഞാൻ അതിന് ശേഷമാണ് കാലടി എത്തുന്നത്. കാലടിയിൽ കുറേ നാൾ കഴിഞ്ഞാ പറഞ്ഞത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. തിരുവനന്തപുരത്ത് ഞാനൊരു 1.5 വർഷം ഒരു പോസ്റ്റ്മാൻ ED ആയിരുന്നു. അതൊക്കെ വൻ കോമഡിയാ. അതായത് അതൊക്കെ പറ്റും. അത് താൽക്കാലിക വ്യവസ്ഥയിൽ തിരുവനന്തപുരത്ത്, അതായത് ഈ +2 ഒക്കെ കഴിഞ്ഞ് കുറേ ജോലിയൊക്കെ ചെയ്ത് നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ജോലി റെഡിയായി പോസ്റ്റ് ഓഫീസിൽ ED ക്ലർക്കായിട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓഫീസിൽ പുതിയ കുപ്പായം അണിഞ്ഞൊരു നീല കുപ്പായവും ഒരു മാക്സെറ്റ് ബൈക്കുണ്ട് റെഡ്. അത് ബൈക്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കുറേ കത്തുകളും കൊറിയറുകളൊക്കെ വെച്ച് കെട്ടി നേരെ എല്ലാ വീടുകളിലൊക്കെ അറിയാമല്ലോ, സ്പീഡ് പോസ്റ്റ്. അത് അങ്ങനെ ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ വേറൊരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ സംഭവിച്ച് വീണ്ടും ഞാൻ കലയിലേക്ക് വരും, എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ഞാൻ പോസ്റ്റ് ഓഫീസിലുള്ള ഓണപരിപാടികൾക്ക് നാടകങ്ങൾ അവിടുത്തെ സ്റ്റാഫിനെ വെച്ച് ചെയ്യും. പിന്നെ അവർക്ക് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്ത് പുളിയറക്കോണത്താണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ. അവിടെ ഈ കോമഡി സ്റ്റാർ, കോമഡി എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാംസുകൾ നടക്കും. അപ്പോൾ അന്ന് കുറേ മിമിക്രിയിൽ കുറേ അധികം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ അറിവോടുകൂടി ഞാൻ അവിടെ രാവിലെ പോവും. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നമുക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടും. ഈ കോമഡി സ്കിറ്റിലും കോമഡി സ്റ്റാറിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ നിൽക്കാനും ബസ്സിൽ അതൊക്കെ കിട്ടും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്ക്രീൻ. എന്നെ ഏഷ്യാനെറ്റിലൂടെയാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്, ഇതിൽ കാണുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് പരിപാടിയിലാണ്. ആ സമയത്ത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കുറേ നാൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു സ്വന്തമായിട്ട് ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് തുടങ്ങാം, ഒരു മിമിക്സ് ട്രൂപ്പ്. അപ്പോഴത്തേക്കും കുറച്ച് ഏജായി, ഇങ്ങെത്തി. ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് തുടങ്ങാം. അങ്ങനെ ഒരു തിരുവനന്തപുരം കൊമേഡിയൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് ഇട്ട് ഞാൻ. ഈ പ്രൊഫഷണൽ ട്രൂപ്പ് ഇട്ടപ്പോഴും ഉദ്ദേശം ഇത് തന്നെ, ഇതിനു വേണ്ടി അങ്ങ് നിൽക്കും, ഒന്നും ചിന്തിക്കില്ല. പിന്നെ ആർട്ട് അഭിനയം മാത്രമല്ല, ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ മുഴുവൻ സമയവും ഞാൻ അതങ്ങ് നിൽക്കും. അത് വേറെ ഒന്നും അറിയില്ല, വിശപ്പോ അല്ലെങ്കിൽ വേറെ മറ്റു സങ്കടങ്ങളോ ഒന്നും അറിയില്ല, അതിലങ്ങ് ഇൻവോൾവ് ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ട്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ ട്രൂപ്പ് തുടങ്ങി, ട്രൂപ്പിൽ 15 പേരുണ്ട്. 15 പേരടങ്ങുന്ന ട്രൂപ്പിൻ്റെ
ടീം മാനേജറാണ് ഞാൻ. കാര്യസ്ഥൻ. കാര്യസ്ഥ. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. അതൊരു 3-4 സ്റ്റേജുകളിലൊക്കെ അങ്ങനെ ചെയ്തു. മിക്സാ ചെയ്യണ ഫുള്ള് സ്കിറ്റ് ഓ സ്കിറ്റ് ചെയ്യും, റെക്കോർഡിക് ഡ്രാമ, അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ്, കരോക്കെ, ഗാനമേള, എല്ലാ പരിപാടിയും ഉണ്ട്. അങ്ങനെ നാട്ടിൽ ഈ പരിപാടി അവതരിപ്പിച്ചു. അത് ഫ്ലോപ്പായിപ്പോയി പ്രോഗ്രാമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എൻ്റെ പ്രശ്നം കൊണ്ടാണോ നാട്ടുകാരുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഫ്ലോപ്പായി, ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി എന്നതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂവൽ കിട്ടിയത് അവിടെ വെച്ചാണ് ആദ്യമായിട്ട്. അയ്യോ, അത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു സങ്കടമാണ്. അത് മിക്ക ഇൻ്റർവ്യൂകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ടാവണം, പക്ഷെ അത് എത്രത്തോളം ആൾക്കാർ ശ്രദ്ധിച്ചെന്നറിയില്ല. ഒരിക്കലും ഞാൻ എൻ്റെ ആ നാടാണ് എന്നെ വളർത്തിയെടുത്തത്. അപ്പോൾ ആ നാട്ടിലൊരു പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ട്രൂപ്പിൽ, കാര്യം എൻ്റെ അരങ്ങേറ്റം എൻ്റെ കൊച്ചിലെ ഞാൻ അവിടെയാണ്, ആ നാട്ടുകാരുടെ ഇടയിലാണ് ആദ്യം പെർഫോം ചെയ്ത് തുടങ്ങി. അവിടെ നിന്നായിരുന്നു എൻ്റെ മുഴുവൻ സപ്പോർട്ടും. അപ്പോൾ ഞാൻ കുറച്ച് മെച്ചൂരൊക്കെ ആയൊരു ട്രൂപ്പും കൊണ്ട് വരുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കണമായിരുന്നു. ശരിയല്ലേ? അപ്പം എൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അത് എവിടെയോ കുറച്ച് പാളി അത് ഭയങ്കരമായിട്ടുള്ള കൂവലുകളിലേക്ക് ചെന്ന് അവസാനിച്ചു. ആ കൂവലുകൾ ഒരു പക്ഷേ എന്നുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. എന്തിനായാലും അന്ന് ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്തൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു. അതെന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിലെ സ്റ്റേജിലാണ്. അവിടുത്തെ ഉത്സവത്തിനായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരും, പുറത്തുനിന്നൊക്കെ പരിപാടി കാണാനായിട്ട്. അപ്പുറത്തുനിന്നൊക്കെ ഗ്രാമത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പോൾ എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അപ്പോഴും ആ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ സപ്പോർട്ടൊക്കെ തന്നെയായിരുന്നു. എന്നാലും അതൊരു കൂവലിൽ ചെന്ന് അവസാനിക്കാൻ പാടില്ലായിരുന്നു എന്നെനിക്കൊരു വാശിയുണ്ടായിരുന്നു. അവരുടെ സന്തോഷത്തിന് വേണ്ടി കൂവിയതായിരിക്കാം, പക്ഷെ എന്നാലും അതൊരു കൂവലല്ലായിരുന്നു അവസാനിക്കേണ്ടത് എന്നെനിക്ക് തോന്നി. നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആദ്യമായിട്ട് ചെയ്യുന്നതിൽ നിന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു കയ്യടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ശരിക്കും മെന്റലി തന്നെ ശരത്തിന് ഒരുപാട് എന്നെ മൊത്തത്തിൽ തളർത്തി എന്ന് മാത്രമല്ല, അന്ന് എനിക്ക് സ്വന്തമായിട്ട് ലൈറ്റ്സ് ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് കർട്ടൻ ഉണ്ട്, സ്വന്തമായിട്ട് ഒരു സ്റ്റേജ് മാത്രം കിട്ടിയാൽ മതി എനിക്ക്. ലൈറ്റ്, കർട്ടൻ എല്ലാം എൻ്റെ സ്വന്തമായിരുന്നു. ഞാൻ എല്ലാം സ്വന്തമായിട്ട് വാങ്ങി. കാരണം അതിൻ്റെ ഒരു പോസ്റ്റർ അടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാശില്ല. വലിയൊരു അറിയാം, ട്രൂപ്പിൻ്റെ ഒക്കെ ഒരു ഷോക്ക് കാർഡ് പോലത്തെ ഒരു പോസ്റ്റർ ഉണ്ട് നമ്മൾ കടകളിലൊക്കെ ഒട്ടിക്കണം. ഈ പോസ്റ്റർ അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കത്ത് കൊടുക്കാൻ പോകുന്നത് പട്ടം ആ ഏരിയയിലാണ്, മെഡിക്കൽ കോളേജ് പട്ടം. അവിടെ ഒരു സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്, പട്ടം സെൻറ്റ് മേരീസ് സ്കൂൾ, LICയുടെ ഓപ്പോസിറ്റുള്ള സ്കൂളിനോട് ചേർന്ന് ഒരു പള്ളിയുടെ വക ഒരു പ്രസ്സുണ്ട്. അപ്പം ഞാൻ ഈ പള്ളിയിൽ അച്ഛന് സ്ഥിരം കത്ത് കൊടുക്കാൻ പോകാറുണ്ട്, പോസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ എങ്ങനെയോ അറിഞ്ഞു ഇവിടെ പ്രസ് ഉണ്ടെന്ന്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെയാണ് ഇങ്ങനെ ട്രൂപ്പ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പോസ്റ്റർ അടിച്ച് തരാൻ പറ്റുമോ, എൻ്റെ കാശില്ല എന്ന് പറഞ്ഞപ്പം അവിടുത്തെ പള്ളിയിലച്ഛനാണ് എനിക്ക് 500 പോസ്റ്റർ അടിച്ചു തന്നെ. നീ ഫ്രീ ആയിട്ട് അടിച്ചോ എന്നും പറഞ്ഞിട്ട് 500 പോസ്റ്റർ ഫ്രീ ആയിട്ട് അടിച്ചു തന്നു എനിക്ക്. ആ പോസ്റ്ററൊക്കെ ഞാനിങ്ങനെ പബ്ലിസിറ്റി ചെയ്തിട്ടാണ് പ്രോഗ്രാംസൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ വന്ന ആൾക്കാരും എന്നെപ്പോലെ തന്നെ, അല്ലെങ്കിൽ എന്നെക്കാട്ടി കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഞാനാണ് പ്രായം കുറഞ്ഞ ഈ ടീം ലീഡർ. അപ്പം അതങ്ങനെ സംഭവിച്ചു. പക്ഷേ അത് പക്ഷേ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും മറ്റുള്ളവർക്കൊക്കെ അന്നത്തെ ആ പ്രോഗ്രാം മോശമായത് ഒരു നാണക്കേടും അവർക്കൊരു അഭിമാന പ്രശ്നവും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അതുവരെ എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നൊരു മുഖമാണ്. വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും വിളിച്ചിരുന്നത്, വാ 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 ശരത്തിന്റെ പ്രോഗ്രാം ഉണ്ട്, എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു കാണും. അതെ. പക്ഷെ അതങ്ങനെ സംഭവിച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ, അല്ല അന്ന് രാത്രി തന്നെ തീരുമാനം എടുത്തു, ഇനി ഒരു പരിപാടി ചെയ്യുന്നില്ല, ഇനി കലാപരമായ കാര്യങ്ങൾക്കൊന്നും മുമ്പിൽ നിൽക്കുന്നില്ല, ഞാനൊരു എന്തെങ്കിലും ജോലിക്കൊക്കെ പോവാം, ഇത് നടക്കൂല എന്നുള്ള തീരുമാനത്തിലേക്ക് രാത്രി എത്തി. പക്ഷെ അവിടെ നിന്ന് വീണ്ടും നമ്മളെ ഇതിലേക്ക് തന്നെ വിടൂലല്ലോ നമ്മളെ.